പുതുശതകത്തിൻ പുലരീത 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമിതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. പുതുശതകത്തിൽ പുലരീത 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമിതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. നബിയുടെ ഹിജ്റ മുതൽക്ക് എണ്ണി വരുന്നീ ശതകങ്ങൾ, 14 പിന്നിട്ടു കഴിഞ്ഞ ഗതിവേഗം അറിയും നമ്മൾ. ചിത്തമിരുത്തി ഓർമ്മിക്കാം ഹിജ്റത്തിലടങ്ങിയ പാഠങ്ങൾ, ചിന്ത പുതുക്കാം മാതൃകയാക്കാം അന്ത്യനബിയുടെ ത്യാഗങ്ങൾ. സാക്ഷാൽ ദീനിന്നിണങ്ങുന്ന മേൽച്ചിൽപ്പുറമെന്നറിയുന്ന ദിക്കുമദീനത്തേക്കു ഗമിക്കാൻ, മക്കയിൽ നിന്നും ഇറങ്ങി തിരിക്കാൻ മുത്തു നബി അന്നിറങ്ങുന്നു. ശത്രു ഭവനം വളയുന്നു, ചോര കുടിക്കണമെന്നു നുണഞ്ഞ് ഊരിയ വാളുകൾ കയ്യിലണിഞ്ഞ് ഗൂഢശ്രമങ്ങൾ ആദരവായ റസൂൽ അലിയോട് പറഞ്ഞു, കൂടെയുണർത്തി ഇവിടെ കിടക്കണം നീ എന്ന്. കണ്ടാൽ തോന്നണം വീടിത് വിട്ടെങ്ങോട്ടും പോയില്ല ഞാൻ, എന്റെ വിരിപ്പിൽ തന്നെയുറങ്ങുന്നുണ്ടെന്ന്. പുതുശതകത്തിൽ പുലരീത 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമിതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. നിലവിലിരിപ്പു ഇവിടമിലിന്നും പലവിധമായ അമാനത്ത്, നൽകണം അലിയെ നീ ഇതുവഴി പോലോർക്കണം എന്റെ വസിയത്ത്. ചോദിക്കാനിടയാക്കരുതേ അത് സാധിക്കുക നീ കാലത്ത്. സംഗതികൾ ധരിപ്പിച്ചു തിരുനബി തങ്ങളിറങ്ങിയിരുട്ടത്ത്. യാസീൻ നബി സൂറത്ത് യാസീനോദി പൂറത്ത്, വന്നിടും നേരം ഖുറൈശികളൊക്കെ നിന്നു വെറും പ്രേതങ്ങൾ കണക്കെ. ആരും ഒന്നറിഞ്ഞില്ല നേരം തന്നിൽ ബിസ്മില്ല, അത്തലയോരോന്നിൽ മണ്ണിട്ട് മുത്ത് നബി വേഗം സ്ഥലം വിട്ട്. നിശ്ചയം പോലെ റസൂലുള്ളാഹി സിദ്ദീഖ് വീട്ടിലണഞ്ഞു, ദക്ഷിണ ഭാഗത്തേക്കൊരുമിച്ച് നീങ്ങുന്നേ. നിശ്ചയദാർഢ്യത്തിൽ ഇരുപേരും സൗറ ഗുഹയിലൊളിച്ച് രക്ഷകനാം അല്ലാഹുവിൽ അഭയം തേടുന്നേ. പുതുശതകത്തിൻ പുലരീത 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമിതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. പുതുശതകത്തിൽ പുലരീത 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമിതിന്ന് ഞങ്ങൾ സ്വാഗതമോ